വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. കേരളത്തിലെ സാധാരണക്കാരൻ്റെ ഏറ്റവും വലിയ അഭയമായ പൊതുഗതാഗത സംവിധാനം എത്രമേൽ മോശമായിട്ടാണ് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത് എന്നത് ഈ സർക്കാരിൻ്റെ ശ്രദ്ധയിലും പൊതു ഫോക്കസിലും കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്തത്. ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി ചോദ്യത്തിന് ഉത്തരം പറഞ്ഞപ്പോൾ അദ്ദേഹം കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ KMML വലിയ ലാഭത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു. അതേ പറഞ്ഞ ഉശിരോടുകൂടിയാണ് KSRTC മറ്റൊരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ ചുമതലയുള്ള മന്ത്രി ഇവിടെ വർത്തമാനം കേട്ടാൽ KMMLനേക്കാൾ കൂടുതൽ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണോ KSRTC എന്ന് സംശയിച്ചു പോയാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റും. മന്ത്രി പറഞ്ഞ ഒറ്റ മറുപടി മാത്രം മതി ഇതിനെല്ലാത്തിനും ഉദാഹരണം. അദ്ദേഹം എന്താ പറഞ്ഞത്? UDFന്റെ കാലത്ത് നിങ്ങൾ എത്ര കൊടുത്തു? 1500 കോടി കൊടുത്തു. ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ എത്ര കൊടുത്തു? 5000 കോടി കൊടുത്തു. അന്ന് 1500 കോടി കൊടുത്താൽ ഉള്ള കുഴപ്പം അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ 5000 കോടി കൊടുത്താലും തീരാത്തത്ര പ്രശ്നത്തിലാണ്. മനസ്സിലായില്ലേ? അതിന്റെ വ്യത്യാസം മനസ്സിലായില്ലേ? UDF കാലത്തെ KSRTCയുടെയും ഇപ്പോഴത്തെ കാലത്തെ KSRTCയുടെയും സ്ഥിതി എന്താണ്? അവിടുത്തെ നഷ്ടം എന്താണ്? അവിടുത്തെ ബുദ്ധിമുട്ടുകൾ എന്താണ്? അവിടുത്തെ പ്രയാസം എന്താണ്? അതൊക്കെ പറയുമല്ലോ. എന്താണ് എന്ന് വളരെ വ്യക്തമാകുന്ന രീതിയിലാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. സർ ഇപ്പോൾ വണ്ടി വാങ്ങിക്കുന്നതിൻ്റെ ഓരോ 10 വണ്ടി വാങ്ങിക്കുന്നതിൻ്റെയും പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാവരും കൈയടിച്ചു. എല്ലാവരും ഓരോ 10 വണ്ടി മേടിക്കും. അടുത്ത മാസം വേറെ 10 വണ്ടി വരും. അടുത്തത് വരും. ഈ 6 കൊല്ലം കൊണ്ട് വാങ്ങിച്ച വണ്ടി എത്രയാണ്? 110 വണ്ടി അല്ലേ? 110 അല്ലേ ഇതുവരെ വാങ്ങിച്ചത്? ഇതുവരെ വാങ്ങിച്ചത് 110 വണ്ടിയാ. UDF ഭരണകാലത്ത് വാങ്ങിച്ചത് എത്ര വണ്ടിയാ? 2700 വണ്ടി KSRTC ബസ്. അതിൽ 140 കേന്ദ്രത്തിന്റെ സഹായത്തോട് കൂടി കിട്ടിയ ജനുറം ബസ്സുകളാണ്. ബാക്കി മൊത്തം വാങ്ങിച്ചത് 2700-ലധികം വണ്ടികളാണ് ആ കാലഘട്ടത്തിൽ വാങ്ങിച്ചത്. മനസ്സിലായോ? വ്യത്യാസം മനസ്സിലായോ? ഇപ്പോൾ എന്നിട്ട് പറയാണ് ഇപ്പം എല്ലാം ഗംഭീരമായിട്ട് പോവുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പറയുന്നത് യാതൊരു അടിത്തറയില്ല. ഇപ്പം കഴിഞ്ഞ മാസം വരുമാനം 127 കോടി, ചെലവ് 171 കോടി, നഷ്ടം 44 കോടി, പെൻഷന്റെ ബാധ്യത 70 കോടി, 114 കോടിയുടെ ബാധ്യതയാണ് ഉണ്ടായിരിക്കുക. മന്ത്രി പറഞ്ഞ ഒരു കാര്യം ഞാൻ സമ്മതിക്കുന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു തെറ്റായ നയം മൂലം ബൾക്ക് പർച്ചേസിന് വലിയ വ്യത്യാസം. ഇപ്പോൾ 127 രൂപയോളം ഡീസലിന് കൊടുക്കേണ്ട സ്ഥിതി. ഞങ്ങളുണ്ട് കൂടെ. അതിനെതിരായിട്ട് നമ്മൾ സമരം ചെയ്യുന്നതിനും ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിനും ഞങ്ങളുണ്ട്. KSRTC പോലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ തകർക്കുന്നതിന് വേണ്ടി മാത്രമാണ് ആ ഡീസലിൻ്റെ വില ബൾക്ക് ചാർജ് വർദ്ധിപ്പിച്ചതുകൊണ്ട് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടം കൂടി നികത്തേണ്ട ഒരു സ്ഥിതിയിലായിരിക്കണം. അതുകൊണ്ടാണ് സാർ അങ്ങ് ശ്രദ്ധിച്ചില്ലേ, നമ്മളെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ചർച്ച, വിലക്കയറ്റത്തിൻ്റെ ചർച്ച ഇവിടെ വന്നപ്പോൾ കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് 5000 കോടി രൂപയുടെ അധിക വരുമാനം ഈ വില കൂടിയത് കൊണ്ട് ഈ സംസ്ഥാന ഗവൺമെന്റിനുണ്ടായി പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ നിന്ന്. ഞാൻ അന്നൊരു നിർദ്ദേശം വെച്ചു, നിങ്ങൾ ഏറ്റവും കുറഞ്ഞത് അതിൽ നിന്നൊരു തുകയെടുത്ത് ഒരു ഫ്യൂവൽ സബ്സിഡി KSRTCക്ക് കൊടുക്കുക. KSRTCക്ക് ആ നികുതി വേണ്ട എന്ന് വെച്ചിട്ട്, സംസ്ഥാനത്തിൻ്റെ നികുതി വേണ്ട എന്ന് വെച്ചിട്ട് ഒരു ഫ്യൂവൽ സബ്സിഡി ഈ 5000 കോടി രൂപയുടെ വരുമാനത്തിൽ നിന്ന് കൊടുക്കാൻ പറഞ്ഞിട്ട് തന്നില്ലല്ലോ സർക്കാർ. അതൊന്നും തന്നില്ല. സാർ, ഷെഡ്യൂളുകളുടെ സ്ഥിതി എന്താ? ഞാൻ മഹാമാരി വന്നിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം അറിയുന്നു. പക്ഷേ ആ മഹാമാരി വന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഒരു പൊതുമേഖലാ സ്ഥാപനം എന്നുള്ള നിലയിൽ അതിന് മാറ്റമുണ്ടായപ്പോൾ അതിൽ കൈകാര്യം ചെയ്യുന്നതിൽ നിങ്ങൾ പരാജയപ്പെട്ടു. 5200 ഷെഡ്യൂളുകൾ ഓടിയിരുന്നത് ഇപ്പോൾ അങ്ങ് പറഞ്ഞു 85% ഷെഡ്യൂൾ ഓടുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു MLAയോട് സ്വകാര്യമായി സംസാരിച്ചാൽ ഒരാൾ സമ്മതിക്കില്ല അവരുടെ നിയോജക മണ്ഡലത്തിൽ നേരത്തെ ഓടിക്കൊണ്ടിരുന്ന ബസ്സുകളുടെ 85% ഓടുന്നുണ്ടോ? സാർ, നിങ്ങൾ കുറേ കാര്യങ്ങൾ തുടങ്ങിയതൊക്കെ പറഞ്ഞു, കുറേ കാര്യങ്ങൾ. പക്ഷെ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ഫംഗ്ഷൻ, എന്താണ് KSRTC എന്നുള്ള പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ. കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്കും പ്രൈവറ്റ് ബസ്സുകൾ പോലും റൂട്ട് ഇല്ലാത്ത പ്രദേശങ്ങളിലേക്ക് പോലും വാഹന സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക, സാധാരണക്കാരായ ആളുകൾക്ക് എത്താനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക.
കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഞാൻ എൻ്റെ നിയോജകമണ്ഡലത്തിലെ നിരവധി കേസുകൾ മന്ത്രിക്ക് എഴുതി തരാം. സാധാരണക്കാരായ ആളുകൾ ഈ ഷെഡ്യൂളുകൾ റദ്ദാക്കിയതുകൊണ്ട് സാർ 600 രൂപ 700 രൂപ കൂലി കിട്ടുന്ന ആളുകൾ 200 രൂപ ഓട്ടോറിക്ഷയ്ക്ക് കൊടുത്തിട്ട് കൂലിപ്പണിക്ക് പോകുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഈ KSRTC ആശ്രയിച്ച് നിങ്ങൾ സർവീസ് നടത്തിയിരുന്ന KSRTC സർവീസ് നടത്തിയിരുന്ന നാഷണലൈസ്ഡ് റൂട്ടിലൂടെ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് വണ്ടി പോയാൽ അപ്പോൾ ഇവർ STAT പോവും. അത് കാരണം ദേശസൽക്കരിക്കപ്പെട്ട റൂട്ടാണ്. ഇപ്പോഴുള്ള സംഭവം എന്താ? ഈ ദേശസൽക്കരിക്കപ്പെട്ട റൂട്ടിൽ പ്രൈവറ്റ് ബസ്സിന് അനുമതിയും കൊടുക്കില്ല, KSRTC ബസ് ഓടില്ല. അതിൻ്റെ ഇരകളാരാണ്? അതിൽ ബുദ്ധിമുട്ടുന്നവരാരാണ്? സാധാരണക്കാരായ ജനങ്ങളാണ്. ഞങ്ങൾ ഈ വിഷയം ഇവിടെ കൊണ്ടുവരാൻ കാര്യം ഇത് കുരിശൊന്നുമല്ല ഏൽപ്പിച്ചത്, ഇത് കുരിശാണ്, സാധാരണക്കാരൻ്റെ കുരിശാണ് ഞങ്ങൾ ഏറ്റുപിടിച്ച് ഇവിടെ കൊണ്ടുവന്നത്, ഈ മണ്ഡലത്തിൽ കൊണ്ടുവന്നത്. ഓരോ നിയോജക മണ്ഡലത്തിലുള്ള MLA മാർ നെഞ്ചിൽ കൈവച്ച് ചോദിക്കുക, നിങ്ങളോട് ആ നാട്ടിലെ പാവപ്പെട്ടവർ സാധാരണക്കാരായ ആളുകൾ എത്രയോ പരാതികളുമായി നിങ്ങളുടെ ഓഫീസുകളിൽ വന്നിട്ടുണ്ട്. KSRTC ഓടാത്ത കാര്യം പറഞ്ഞ് സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കൾ, PTA അധ്യാപകർ ബസ്സില്ല, ബസ് ഷെഡ്യൂൾ ക്യാൻസൽ ചെയ്തു, കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. ഈ തിരുവനന്തപുരത്തെ ഈ മന്ത്രിയുടെ മൂക്കിന് താഴെ ബസ്സില്ലാത്തത് കൊണ്ട് സ്റ്റോപ്പിൽ 100 കണക്കിന് വിദ്യാർത്ഥികൾ ക്യൂ നിൽക്കുന്നത് 2 ആഴ്ച മുമ്പല്ലേ പത്രത്തിൽ വന്നത്? ഇവിടുത്തെ എല്ലാ പത്രങ്ങളിലും വന്നില്ലേ? എല്ലാ പത്രങ്ങളിലും വാർത്ത ഈ ജില്ലാ എഡിഷൻ പേജിൽ വന്നില്ലേ? 100 കണക്കിന് കുട്ടികൾ ബസ്സില്ലാത്തത് കൊണ്ട് കാത്തു നിൽക്കുന്നു. ആ ബസ്സുകളിൽ കയറാൻ പോലും പറ്റാത്ത സ്ഥിതിയിൽ ആളുകൾ കാത്തു നിൽക്കുന്നു. സാർ, അതുകൊണ്ട് KSRTC അതിന് ലാഭമുണ്ടാക്കുന്നതിന് വേണ്ടി വേറെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും. അതിനോടൊന്നും ഞങ്ങൾക്ക് എതിർപ്പില്ല. പക്ഷെ KSRTCയുടെ മേജർ ഫംഗ്ഷൻ എന്താണ്? ആ മേജർ ഫംഗ്ഷൻ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ ദയനീയമായി പരാജയപ്പെട്ടു. അതിനെ ട്രാക്കിൽ കൊണ്ടുവരണം. ഞങ്ങൾ സംസാരിക്കുന്നത് സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. നേരത്തെ 48,000 തൊഴിലാളികൾ ഉണ്ടായിരുന്നു. ഇപ്പം എത്ര തൊഴിലാളികൾ കുറഞ്ഞു? ഇപ്പം എത്രയുണ്ട് തൊഴിലാളികൾ? 27,000 തൊഴിലാളികൾ. അപ്പൊ എത്ര കുറഞ്ഞു? 20,000 തൊഴിലാളികളുടെ ശമ്പളം കൊടുക്കുന്നതിന്റെ ബാധ്യത കൂടി നിങ്ങൾക്ക് കുറഞ്ഞു. ശമ്പള പരിഷ്കരണം നടത്തി. പക്ഷേ അന്ന് 48,000 തൊഴിലാളികൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇന്ന് 27,000 തൊഴിലാളികൾ മാത്രമാണ്. നിങ്ങൾക്കറിയാലോ, 17 ലക്ഷം കിലോമീറ്റർ ഇത് യാത്ര ചെയ്യുമായിരുന്നു വണ്ടി പ്രതിദിന. ഇപ്പൊ എത്രയാ? 10 ലക്ഷം കിലോമീറ്റർ യാത്ര ചെയ്യുന്നുള്ളൂ. പക്ഷേ ദീർഘദൂരം ഓടുന്ന വണ്ടികൾ 5 കൊല്ലം വരെയുള്ള വണ്ടികളാണ്. ആയുസുള്ള ആദ്യം പുതിയ വണ്ടികളാണ് ദീർഘദൂരത്തിൽ ഓടിയിരുന്നത്. പിന്നെ അത് 7 വർഷമാക്കി, പിന്നെ അത് 9 വർഷമാക്കി. ഇപ്പോൾ 9 വർഷവും കഴിഞ്ഞ വണ്ടികളാണ് ദീർഘദൂര സർവീസുകൾ നടത്തുന്നത്. സാറേ, പെൻഷൻ കൊടുക്കുന്നുണ്ട്. എപ്പോഴാണ് കൊടുക്കുന്നത്? എന്തു വിളിയാണ് ജനപ്രതിനിധികൾക്ക്? ഞാൻ MLA മാരോടാണ് ചോദിക്കുന്നത്. വിളിക്കാറില്ലേ? നിയോജക മണ്ഡലത്തിലെ KSRTCക്കാർ വിളിക്കാത്ത ഏതെങ്കിലും ഒരു MLA ഉണ്ടാവുമോ? പെൻഷൻ കിട്ടാത്തവർ, കരയുന്ന ആളുകൾ, മരുന്ന് മേടിക്കാൻ നിവർത്തിയില്ല എന്ന് പറയുന്നവർ ഏതെങ്കിലും ഒരു ദിവസം കൊടുക്കുന്നുണ്ട്. അത് അവിടുത്തെ ഏറ്റവും പരിതാപകരമായ സാമ്പത്തിക അവസ്ഥയാണ് കാണിക്കുന്നത്. നിങ്ങൾ പൈസ കയ്യിൽ വെച്ചിട്ട് നിങ്ങൾ പെൻഷൻ കൊടുക്കാതിരിക്കുകയാണ് എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആരോപണവും ഇല്ല. കൊടുക്കാൻ പറ്റുന്നില്ല. അത്രമാത്രം തകർച്ചയിലേക്ക് ഈ പൊതുമേഖലാ സ്ഥാപനം പോവാണ്. അത് ഈ ഒരു കൊല്ലം കൊണ്ടോ 2 കൊല്ലം കൊണ്ടോ അല്ല, കഴിഞ്ഞ കുറേ വർഷങ്ങളായി അത് പോവുകയാണ്. സാർ, ഇപ്പോൾ ബസ്സുകൾ ഓരോ സ്ഥലത്തിട്ടിരിക്കുകയാണ്. ആലുവ, എടപ്പാൾ, ഇഞ്ചക്കൽ, തേവര, ചടയമംഗലം, ചാത്തന്നൂർ, ആറ്റിങ്ങൽ, ഇതൊക്കെ KSRTC ബസ്സുകളുടെ ശവപ്പറമ്പായി മാറിയിരിക്കുകയാണ്. നിങ്ങൾ ഈ ഡീസൽ ബസ്സുകൾ ആദ്യം നിങ്ങളൊരു നല്ല പ്ലാൻ ചെയ്തു. ഈ ലോക്കൗട്ട് കാലത്ത് റൊട്ടേഷനിൽ ഓടുന്ന വണ്ടി റൊട്ടേഷനിൽ ഓടുക. അപ്പോൾ എല്ലാ വണ്ടിയും ഒന്ന് ഓടിക്കിട്ടും. ഡീസൽ വണ്ടിയാണ്, കിടന്നാൽ നശിച്ചു പോകും. പിന്നെ നിങ്ങൾ തീരുമാനിച്ചു അതിന് ഇൻഷുറൻസ് കൊടുക്കണം. അതുകൊണ്ട് റൊട്ടേഷൻ വേണ്ട, കുറച്ച് വണ്ടി മാത്രം ഓടിയാൽ മതി. ആ വണ്ടികൾ മുഴുവൻ അവിടെ കിടന്ന് തകരുകയാണ്. 10,000 ബസ്സുകൾ, KSRTC ബസ്സുകൾ ആക്രിയായി മാറുകയാണ്. 700 കോടി രൂപയുടെ നഷ്ടം ആ ഇനത്തിൽ മാത്രം KSRTCക്ക് ഉണ്ടാവാൻ പോവുകയാണ്. സാർ, അതിൻ്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായി പ്രചരിക്കപ്പെടുകയാണ്. എന്നിട്ട് ഞങ്ങളോട് ചോദിക്കുകയാണ്, ഇത് എന്തൊരു പ്രതിപക്ഷമാണ്, എന്തൊരു പ്രതിപക്ഷമാണ്, ഒരു അടിക്കുറിപ്പാണ്. ബസ്സുകൾ കിടന്ന് ആക്രിയാകുന്നു. എറണാകുളത്തെ KSRTC സ്റ്റാൻഡിനടുത്തൊക്കെയുള്ള ഇത് ഇടുന്ന സ്ഥലത്ത്. എന്നിട്ട് ഇതൊന്ന് നിയമസഭയിൽ ഉന്നയിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ. കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയാണ്, സർക്കാരിൻ്റെ പൊതുസ്വത്താണ് ഇങ്ങനെ തുരുമ്പെടുത്ത് നശിച്ചു പോകുന്നത്. സാർ, ജനങ്ങൾ ഞങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്ത് പ്രതിപക്ഷമാണ് എന്ന് ഞങ്ങളോട് ജനങ്ങൾ ചോദിക്കുകയാണ്.
അപ്പൊ ഇത് കുരിശാണ് സർ. ജനങ്ങൾ, ഈ നാട്ടിലെ ജനങ്ങൾ വഹിക്കുന്ന ഒരു കുരിശാണ്. ആ കുരിശുമായിട്ടാണ് SC തിരുവഞ്ചൂരാശ്രമം ഞങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അതിവിടെ ഒന്ന് ഇറക്കി വെക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് ആ കുരിശ്. നിങ്ങൾ ഉചിതമായ തീരുമാനമെടുത്തിട്ട് ചെയ്യണം എന്ന് കരുതിയാണ് സർ. ഇവിടെ അങ്ങ് കൺസെഷന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അങ്ങ് പിൻവലിച്ചത് കൊണ്ടെന്നാ പറയാത്തത്. ഒരു അപമാനകരമായ, വിദ്യാർത്ഥികൾക്ക് അപമാനകരമായ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു കൺസെഷന്റെ കാര്യത്തിൽ. സർ, അങ്ങ് ഒരു കാര്യം ആലോചിക്കണം. നമ്മുടെ നാട്ടിൽ ഈ സ്കൂളുകളിൽ ഉച്ചഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഈ ഉച്ചക്കഞ്ഞിയും പയറുമായിരുന്നു. ഞാനാണ് ആദ്യമായിട്ട് 2008 അത് ഉച്ചഭക്ഷണമാക്കി മാറ്റിയത്. അപ്പം എൻ്റെ ധാരണ, ഞാനിത് പ്രഖ്യാപിച്ചപ്പോൾ ഒരു 3000 കുട്ടികളെ ഉണ്ടാവുള്ളൂ ഉച്ചഭക്ഷണം കൊടുക്കാൻ. ഞാനത് സ്പോൺസർ ചെയ്തുള്ള സ്കീമാണ് പ്രഖ്യാപിച്ചത്. ലിസ്റ്റ് വന്നപ്പോൾ 17,000 കുട്ടികളുണ്ടായിരുന്നു. അപ്പം ഞാൻ അന്വേഷിച്ചു, ഒരു പൊതി ചോറ് വീട്ടിൽ നിന്ന് കൊടുത്തു വിടാൻ പറ്റാത്ത അത്രയും വലിയ പ്രശ്നമുണ്ടോ? അപ്പോൾ അധ്യാപകർ എന്നോട് പറഞ്ഞു, എൻ്റെ സാറേ, ഇത് രാവിലെ ഭക്ഷണം കഴിക്കാതെ വരുന്ന കുട്ടികൾ ധാരാളമുണ്ട്. ഞങ്ങൾ ശനിയാഴ്ചയും ഞായറാഴ്ചയും വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഞങ്ങളുടെ കണ്ണ് നിറയും, ഈ കുട്ടികൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്ന്. പല കുടുംബത്തിലെയും സ്ഥിതി അതാണ്. പല കുടുംബത്തിലും വരുമാനമില്ല. വരുമാനമുള്ളവർ ചിലപ്പോൾ അത് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്നില്ല. ഒരു നിയോജക മണ്ഡലത്തിൽ പോലും 10-20,000 കുട്ടികൾ ഉച്ചഭക്ഷണത്തിന് വേണ്ടി, കുറച്ചുപേര് അതിൻ്റെ അകത്ത് വീട്ടിലുണ്ടായിട്ടും വരാത്തവരായിരിക്കാം, പക്ഷേ ഉച്ചഭക്ഷണത്തിന് പോലും നിവർത്തിയില്ലാത്ത ആളുകളുണ്ട്. സാർ, അവർക്ക് 2-3 കുട്ടികൾ പഠിക്കുന്ന ഒരു വീട്ടിൽ ഈ 5 രൂപയും 10 രൂപയും കൊടുത്ത് പോകാൻ പറ്റുമോ സാർ? KSRTCയിൽ കൺസെഷൻ എന്ന് പറയുന്ന ഔദാര്യമാണ് സാർ. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് പൊതുവിദ്യാഭ്യാസ മന്ത്രി ഇവിടെ ഇരിക്കുകയല്ലേ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇവിടെ ഇരിക്കുകയല്ലേ. നമ്മുടെ കുട്ടികൾ പഠിക്കാൻ പോകുമ്പോൾ അവർക്ക് കൺസെഷൻ കൊടുക്കണ്ടേ? ന്യായമായ കൺസെഷൻ കൊടുക്കണ്ടേ? അതിൽ BPLും APLും കൊടുക്കാൻ പറ്റിയ ഇടത്തരം കുടുംബങ്ങളിലൊക്കെ ഒരു നിവർത്തിയില്ലാത്ത, മരുന്ന് മേടിക്കാൻ നിവർത്തിയില്ലാത്ത കഷ്ടപ്പെടുന്ന സ്ത്രീകളും കുട്ടികളും ഒക്കെ എത്രയോ ഉണ്ട് സർ. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം ഒരു ഗവൺമെൻറ് എടുക്കരുത്. അപ്പം ഞങ്ങൾക്ക് പറയേണ്ടി വരും, നിങ്ങൾ ഇടതുപക്ഷ സർക്കാരല്ല, നിങ്ങൾ വലതുപക്ഷ സർക്കാരാണെന്ന്. അത്തരമൊരു സമീപനം കുട്ടികളോട് കാണിച്ചാൽ, അതുകൊണ്ട് ആ ആറ്റിറ്റ്യൂഡ്, ആ സമീപനം, ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിരുന്നു. KSRTCയെ കുറിച്ചും അതൊരു സർവീസാണ് KSRTC. കാരണം എന്താ, ഈ പറയുന്ന എവിടെയാണ് സാർ ലാഭത്തിൽ, ഞാൻ സാർ 2 മിനിറ്റ് ഉണ്ടാവും സാർ, എവിടെയാണ് സാർ KSRTC ലാഭമുള്ളത്? ലാഭമുള്ളത് ദീർഘദൂര സർവീസുകളിലാണ്. മലയോര ആദിവാസി മേഖലകൾ, ഭൂമിശാസ്ത്രപരമായി ഒറ്റപ്പെട്ട ഇടങ്ങൾ തുടങ്ങി ലാഭകരമല്ലാത്ത സർവീസാണ്. അത് സർവീസാണ്. അതൊരു ലാഭമുണ്ടാക്കാനുള്ള സ്ഥാപനം മാത്രമല്ല, വലിയ നഷ്ടം വരുത്തരുന്നതാണ്. സർവീസാണ്. ആ സർവീസ് വേണം. നിങ്ങളിപ്പോൾ ചെയ്തെന്താ, സ്വിഫ്റ്റ് എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടാക്കി. അതിൽ ദീർഘദൂര സർവീസുകളും ലാഭമുള്ളതും മാത്രം ആ കമ്പനിയിലാക്കി, അല്ലേ? ആ കമ്പനിയുടെ പ്രത്യേകത എന്താ? ആ കമ്പനിയിൽ പുതിയ അപ്പോയിൻമെന്റ് എനിക്ക് തോന്നുന്നില്ല പെർമനന്റ് തൊഴിലാളികളാണെന്ന്. എനിക്ക് തെറ്റാ പറ്റിയെങ്കിൽ അങ്ങനെ തിരുത്തണം. കരാർ തൊഴിലാളികളാണെന്നാണ് എൻ്റെ ധാരണ. പെർമനന്റായ തൊഴിലാളികളല്ല ഈ പുതിയ കമ്പനിയിൽ. ഇടതുപക്ഷ നയമാണോ എന്ന് നിങ്ങളൊന്ന് പരിശോധിക്കണം ആ കമ്പനിയിൽ. അപ്പം ലാഭമുള്ള സർവീസ് മാത്രം സ്വിഫ്റ്റ് കമ്പനിയിൽ, ഈ പറയുന്ന കരാർ തൊഴിലാളികൾ അത് നല്ല ലാഭത്തിൽ പോകും, സംശയമില്ല. ഒരു സ്വകാര്യ കമ്പനി നടത്തുന്ന ലാഭത്തിൽ പോകും. അപ്പം എന്താ സംഭവിക്കാൻ പോണെന്നറിയാമോ സാർ? ബാക്കിയുള്ള 85% സർവീസുകൾ വലിയ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തും. KSRTC, ഒറിജിനൽ KSRTC, സ്വിഫ്റ്റ് കമ്പനി നിലനിൽക്കും. ഒറിജിനൽ, മന്ത്രി നോക്കിക്കോ, ഞങ്ങൾ ഈ പറയുന്നത് ഇത് റെക്കോർഡാണല്ലോ. ബാക്കിയുള്ള ലാഭത്തിലല്ലാത്ത സർവീസ് നടത്തുന്ന 85% സർവീസ് നടത്തുന്ന KSRTC ഭീമമായ നഷ്ടത്തിലേക്ക് പോകും സാർ. അതിനെ ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ സ്വാഭാവികമായ മരണത്തിന് അതിനെ വിധിക്കപ്പെടും, ദയാവധം. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അതാണ് ഞങ്ങൾ പറഞ്ഞത്. സിൽവർ ലൈൻ എന്ന് പറയുന്ന ഒരു പദ്ധതിക്ക് വേണ്ടി 2 ലക്ഷം കോടി രൂപ ചെലവാക്കുമ്പോൾ ഈ KSRTCയെ രക്ഷിച്ചെടുക്കാൻ ഒരു 2000 കോടി രൂപ ചെലവാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ ഉറപ്പിച്ചു പറയും, നിങ്ങൾ ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് അല്ല, നിങ്ങൾക്ക് വലതുപക്ഷ വ്യതിയാനം സംഭവിച്ച ഗവൺമെന്റാണ് സാർ. ഈ കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനത്തെ രക്ഷിക്കാൻ കഴിയാത്തതിലും അതിനുള്ള ഉചിതമായ നടപടികൾ സ്വീകരിക്കാത്തതിലും അതിശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എൻ്റെ പാർട്ടിയും വോക്കൗട്ട് ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ മന്ത്രി ഇവിടെ പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് സർ. KSRTCയെ ഡൗൺ സൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറെ കമ്പനി ഉണ്ടാക്കി